ഇന്ന് UK-യിൽ നടന്ന കുറച്ച് സംഭവവികാസങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ലീഗൽ മൈഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള വിസ നിയമങ്ങൾ ഇന്നലെ കെയർ സ്റ്റാമർ പ്രഖ്യാപിക്കുകയുണ്ടായി. കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നയങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നലെ തന്നെ ഇല്ലീഗലായിട്ട് UK-യിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് 500 പേർ എത്തിയെന്നാണ് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ കഴിഞ്ഞ 5.5 മാസത്തിനിടെ ഏകദേശം 12,000-ഓളം ഇല്ലീഗൽ ഇമിഗ്രൻസാണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബോട്ടിലൂടെ UK-യിൽ എത്തിയിരിക്കുന്നത്. ഇതോടെ കെയർ സ്റ്റാമറിനെ പ്രതിപക്ഷ പാർട്ടികൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേഷനെ എന്ത് കാരണവശാലും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഈ 12,000 എന്നുള്ള നമ്പർ എന്ന് പറഞ്ഞത് അവരെ തന്നെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. വളരെയധികം തുക തന്നെ ഇപ്പോൾ തന്നെ ഇതിനുവേണ്ടി കെയർ സ്റ്റാമർ ചെലവഴിച്ചിട്ടുണ്ട്. ഫ്രാൻസുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. കൂടാതെ തന്നെ നേവൽ ബോർഡർ ഫോഴ്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് മില്യൺസ് ഓഫ് പൗണ്ട് ഒഴുക്കുകയുണ്ടായി. അതൊന്നും ഫലം കാണുന്നില്ലെന്നാണ് ഈ 12,000 എന്നുള്ള നമ്പർ കാണിക്കുന്നത്. ഋഷി സുനക് സർക്കാർ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന റുവാണ്ട സ്കീം അബോളിഷ് ചെയ്തുകൊണ്ടാണ് ലേബർ സർക്കാർ അധികാരത്തിലെത്തിയത്. റുവാണ്ട സ്കീം അനുസരിച്ച് ഇല്ലീഗലായിട്ട് UK-യിൽ എത്തുന്നവരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കുന്നതായിരുന്നു ഋഷി സുനകിൻ്റെ പദ്ധതി. അതിനുവേണ്ടി 700 മില്യൺ പൗണ്ട് UK ചെലവഴിക്കുകയുണ്ടായി. അതെല്ലാം വെള്ളത്തിലായി ലേബർ സർക്കാർ ആ പദ്ധതി അബോളിഷ് ചെയ്തതോടെ. ആ പദ്ധതി കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് UK-യിലെ 4 രാജ്യങ്ങളിൽ നിന്നും വളരെയധികം അഭയാർത്ഥികൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് അയർലൻഡിലോട്ട് പലായനം ചെയ്യുകയുണ്ടായി. എല്ലാവരും അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പദ്ധതി സ്ക്രാപ്പ് ചെയ്തതോടെ വീണ്ടും ഇല്ലീഗൽ ഇമിഗ്രൻസ് UK-യിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 1,10,000 അസൈലം സീക്കിംഗ് ആപ്ലിക്കേഷൻസാണ് ഹോം ഓഫീസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2024 ജൂൺ വരെ ഏകദേശം 2.25 ലക്ഷത്തോളം അസൈലം ആപ്ലിക്കേഷൻസാണ് ഹോം ഓഫീസ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസൈലം സ്റ്റാറ്റസ് ലഭിക്കുന്നതിനായി ഇല്ലീഗൽ ഇമിഗ്രൻസ് എല്ലാ ഊടുവഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു എക്സാമ്പിളാണ് ഒരു ഇറാഖി പൗരൻ UK-യിൽ എത്തുകയുണ്ടായി. UK-യിലേക്ക് ലീഗലായി തന്നെയാണ് പുള്ളിക്കാരൻ എത്തിയത്. പുള്ളിക്കാരൻ തിരിച്ചു പോകാതെ അസൈലം ആപ്ലിക്കേഷൻ ഇടുകയാണ് ചെയ്തത്. റീസണായിട്ട് പറഞ്ഞത് താൻ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ ടാറ്റു കാരണം ഞാൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇയാൾക്ക് ഇറാഖിലേക്ക് തിരിച്ചുപോയി ഇറാഖിലെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കാൻ സാധിക്കുമെന്ന് ഹോം ഓഫീസ് വാദിച്ചെങ്കിലും ട്രിബ്യൂണൽ അത് കേൾക്കുകയുണ്ടായില്ല. ഇസ്ലാം പ്രിൻസിപ്പൾസിനെതിരായി താൻ ടാറ്റു അടിച്ചതിനാൽ ഇറാഖിൽ എത്തിയിട്ടുണ്ടെങ്കിൽ താൻ എന്തു വന്നാലും കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിക്കുകയുണ്ടായി. അതാണ് ട്രിബ്യൂണൽ വിലക്കെടുത്തത്. അതോടുകൂടി അദ്ദേഹത്തിന് സ്റ്റാറ്റസ് ലഭിക്കുകയാണ് ഉണ്ടായത്. ഈ ആഴ്ച UK സർക്കാർ ചെയ്യുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ, ശ്രീലങ്ക, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷനുകളുടെ എണ്ണം കുറയ്ക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്നും നൈജീരിയയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വരുന്ന ലീഗൽ സ്റ്റുഡൻസ് ആയാലും ഷോർട്ട് ടൈം കോൺട്രാക്ട് ജോബ്സിന് വരുന്നവരായാലും കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു പോകാതെ അസൈലം ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് കണ്ടുപിടിച്ചൊരു കാര്യമാണ് അവർക്കുള്ള വിസ നമ്പറുകൾ കുറയ്ക്കണമെന്നുള്ളത്. ഏകദേശം 12,000 പാകിസ്ഥാനികളും 3,000-ഓളം നൈജീരിയൻസും ശ്രീലങ്കൻസുമാണ് കഴിഞ്ഞ വർഷം മാത്രം അസൈലം സ്റ്റാറ്റസ് ക്ലെയിം ചെയ്ത് നേടിയെടുത്തത്.